കറിയാണ് ഗൈസ് ഇന്ന് നമ്മള് ഉച്ചക്ക് ഊണിനുള്ളത്. ഉച്ചയ്ക്ക് ഊണികൾ നിനക്ക് എപ്പോഴും ഫോണിൽ ഉണ്ടായിക്കൊണ്ടിരിക്കാറ്. ചിക്കൻ കറി എന്റെ അപ്പച്ചി കറി ഒരു രക്ഷയില്ല കേട്ടോ. ആണോ? തകർപ്പൻ. ചെത്ത് ചിക്കൻ കറി. ദുബായിലേ മനോഹർ എന്നൊരു പയ്യുണ്ട് നമ്മളെ കോട്ടയത്തുള്ള, അവൻ കിടുക്കായിട്ട് ചിക്കൻ കറി വയ്ക്കും. പക്ഷെ ഇത് അതിനൊക്കെ അടിച്ച് തകർത്ത്. ഇതിന്റെ കൂട്ടെന്ന് പറഞ്ഞാണ് അപ്പച്ചി. ഇതിന്റെ കൂട്ടുണ്ടല്ലോ, ഇത് നമുക്ക് വേണ്ട നാടൻ ചിക്കനാ. അതാ നല്ലത്. അതിങ്ങോട്ട് കൊണ്ടുവന്നു, അത് വെട്ടി കഴിയൊക്കെ നല്ല ഭംഗിയായിട്ട് കഴി അവിടെ വെച്ചു. പിന്നെ മല്ലിയും മുളകും കൂടെ വറക്കുക. വറുത്തിട്ട് പൊടിച്ച് ഇതിലോട്ട് ചേർക്കുക. അതിൽ വേണമെങ്കിൽ ഇച്ചിരി മഞ്ഞളൂടെ ചേർക്കാം, ഉപ്പ് കൂടെ ചേർത്ത് നമ്മുടെ ചേർത്ത് അവിടെ വെച്ച് ഒരു 15 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒരു ചീനിച്ചട്ടിയിൽ ഒഴിച്ച് അതിൽ ഇട്ട് ഇതിങ്ങനെ വരട്ടി ഇങ്ങനെ എടുക്കുക. അതൊരു മഞ്ഞ ഒരു നിറമൊക്കെ മാറി ഒന്ന് വരുമ്പോഴേ പച്ചപ്പ് ഇങ്ങനെ മാറണം. അപ്പോഴത്തേക്ക് നമ്മൾ ഈ വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് അതിലോട്ട് ഇടുക. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുക, ഉപ്പ് ഇടുക, നല്ലോണം ഇളക്കി അങ്ങനെ വേവിക്കുക. ഇതെന്താ അറിയാം, നാടൻ ചിക്കൻ ആകുമ്പോൾ ഇച്ചിരി വേവ് കൂടുതലാണ്. എങ്ങനെയുണ്ട്? തവണ വെന്തിട്ടില്ലേ? ഒരു തിള വരുമ്പോ ഉണ്ടല്ലോ, എന്തൊരു മണവാന്നറിയോ. ഞാനെന്തെന്ന് പറയും, ഇടയ്ക്കിടയ്ക്ക് ഉപ്പ് നോക്കി ഒരു 5-6 കഷ്ണം ആദ്യമേ അങ്ങ് തിന്നു. ഓ അത് ശരി. അതെനിക്കിപ്പോ വേണമെന്നില്ല. മാമന് വേണോ കുറച്ച്? എടാ നീ എന്തേ സ്കൂളിൽ പോവാത്തെ? എനിക്കാണെങ്കിൽ സ്കൂളിൽ പഠിക്കാനുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല. ബാക്കി എല്ലാത്തിനും നിനക്ക് ബുദ്ധി ഉണ്ടല്ലോ. ചെറുക്ക ഉള്ള കാര്യം പറഞ്ഞേക്കാമേ. ഈ സ്കൂളിൽ പോവാതെ ഇങ്ങനെ ഉഴപ്പി ഇവിടെ കയറി അങ്ങ് പറ്റിയിരിക്കാനാണ് വിചാരിക്കണമെങ്കിൽ ഞാൻ നല്ല അടിയെന്നൊന്ന് പറഞ്ഞോടും. പറഞ്ഞേക്കാം, ഉഴപ്പി നടക്കാണല്ലോ നീ ഇങ്ങനെ. നിന്റെ അടുത്തുള്ള സ്നേഹം കൊണ്ടാണ് പറയണേ. സ്കൂളിൽ പോവാതെ അങ്ങനെ ഉഴപ്പി നടക്കാനുള്ള പ്രായം ഒന്നും ആയിട്ടില്ല കേട്ടോ. അതെ, പഠിക്കേണ്ട സമയത്തുണ്ടല്ലോ പഠിക്കണം. അതെ, അവിടെ മാമന് ചുമ്മാ എല്ലാ സ്ഥലത്തും മാമന്റെ മെക്കിട്ട്. ഞാൻ ഒരു കാര്യം പറയട്ടാ, ഉള്ള സ്ഥിതിക്ക് പറയാം. അടുത്ത ആഴ്ച അല്ല അടുത്ത മാസം തുടക്കത്തിൽ ഞാൻ തിരിച്ചു പോവാണ് ഗൾഫിൽ. കമ്പനിയിൽ നിന്ന് വിളിച്ചിരുന്നു. പിന്നെ ചുമ്മാ വിളിച്ച് ഞാൻ പോണ്. അപ്പൊ ചിലപ്പോ ഒരു കാര്യം ചെയ്യണം, ഇതിന്റെ മസാല എനിക്ക് പൊടിച്ചു തന്നു വിടണം. അതെ, ഞാനിതിന്റെ പൊടിയൊക്കെ ഉണ്ടാക്കി തന്നേക്കാം. പക്ഷെ ദിവസവും ചിക്കൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന് സമയം കളയരുത്. നീ ജോലി ചെയ്യാൻ പോണോന്ന്. ഇങ്ങോട്ട് നോക്കിയേ. എന്നാലിത് എപ്പ അറിഞ്ഞത്? ഇപ്പൊ അറിഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെയാണോ ഒരു കാര്യം പറയുന്നത്? അല്ല ഞാൻ പോയേക്കാം. ഞാൻ ഇവിടെ ഉടനെ പോണില്ലെന്നാണല്ലോ ചിലവരൊക്കെ ഇവിടെ പറയണ. അതൊക്കെ അവിടെ നിക്കട്ടെ. പക്ഷെ എന്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യം ഉണ്ടെങ്കിൽ അത് ആദ്യം അറിയേണ്ട ഞാൻ അല്ലേ റാമേട്ട? ഇങ്ങനെയാണോ എന്റെ അടുത്തൊരു കാര്യം പറയണത്? തീർച്ചയായിട്ടും അല്ല അവളാണ് അറിയേണ്ടത്. ഇത് മാമന്റെ കുഴപ്പമാണ്. മാമല്ലേ പറഞ്ഞു കൊടുക്കണ്ട. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാര്യക്കല്ലേ അതിന്റെ അവകാശമല്ലേ ആദ്യം അറിയണേ. 100 തവണ ഇവന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് അച്ഛനും അമ്മയും കാട്ടി കൂടുതലായിട്ട് കാര്യങ്ങൾ സംസാരിക്കെടുക്കേണ്ടത് എന്റെ ഭാര്യയുടെ തന്നെ എല്ലാ കാര്യം. ഇങ്ങനെയായിരുന്നു ഒരു കാര്യം പറയേണ്ടത്. അതിലെ ഇത്രയും വലിയൊരു കാര്യം. അതെ, നീ എന്താ പറയാഞ്ഞേ? ഫ്ലൈറ്റ് കയറിയിട്ട് പറയാനിരിക്കായിരുന്നോ? കൊള്ളാം. റാമേട്ടൻ എല്ലാം തമാശയാണ്. തമാശയല്ല മക്കളെ, സംഭവം തിന്നറേ. ഇവന്റെ സ്വഭാവം നിനക്കറിയാം. ചിന്നക്കുട്ടി ചാറ് തിന്ന് മണ്ട പുളക്കട്ടെ കൊടു. എന്തെങ്കിലും കാര്യം പറയുമ്പോ അവിടെ എടുത്തു മറിച്ചളയും. മോശമായിപ്പോയി. അവിടെ തുറന്നുണ്ടോ? ഇവിടെ നമ്മുടെ അടുത്ത് പറഞ്ഞ് വിളമ്പുന്നത് പിന്നെ കൂട്ടിക്കാരൻ ഞാൻ കാര്യമല്ലേ പറഞ്ഞത്. അപ്പൊ എനിക്കായിട്ട് വിഷമം വന്നില്ല. ഇവിടെ എണ്ണ ഒഴിച്ച് തന്നിട്ട് ഞാൻ ആളി കത്തണം. അത് തെറ്റായിപ്പോയി കേട്ടോ. അവളോട് ആദ്യം പറയാനുള്ള ചിന്നു, നീ അത് വിട്ടുകളാ, പോട്ടെ, ക്ഷമിക്ക്. കാരണം മക്കളെ അവൻ പോകും, അവൻ കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ ഇങ്ങനെ പറഞ്ഞെങ്കിൽ ആള് പാപമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും പറയാത്തത്. അതെ, മോശമായി. അവിടുന്ന് പറയാതെ നമ്മടുത്തുണ്ട് അവിടുന്ന് കാര്യം കൊണ്ട് പറയണം. ഞാൻ ഇങ്ങനെ പോവേണം. വിശ്വന്തിക്കാർ പോയിരിക്കുകയാണ്. പിന്നെ അടിച്ചു പോണില്ലേ? പോണേ. പണ്ടത്തെ പോലെയൊന്നും അല്ല. സ്റ്റേ ഒക്കെ ഭയങ്കര പൈസയാണല്ലോ.
ആ വിസേസിലോ ഷാർജയിലോ അല്ലേ നോക്കാം അല്ലേ? എന്തായാലും ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ഫാമിലി വിസ ഒന്നുമല്ലല്ലോ. ആമേട്ടാ, ഞാൻ ഈയിടെയായിട്ട് കുറച്ച് കൂടുതൽ ദേഷ്യപ്പെടുന്നതായിട്ട് അങ്ങനെ എന്തെങ്കിലും തോന്നിയായിരുന്നു? നീ അങ്ങനെ ദേഷ്യപ്പെട്ടായിട്ട് ഞാൻ ആടുത്തും പറഞ്ഞില്ലല്ലോ. അതല്ല, എനിക്കങ്ങനെ എന്തോ തോന്നി, ഞാൻ ഇങ്ങനെ ഒരുപാട് ദേഷ്യം കാണിക്കുന്നുണ്ട് തോന്നി, അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്ത? അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല. അതെന്താന്നറിയോ, നമ്മളിവിടെ നിൽക്കുമ്പോഴേ ഈ ഒരു പൈസ ഇല്ലാതെ ടൈറ്റ് ഒക്കെ ആയി വരുമ്പോൾ ആ ഒരു സ്ട്രെസ്സിൽ ഞാൻ അതെ, അത് ഇനി നീ വിഷമിക്കണ്ട, ഞാൻ എന്തായാലും പോവല്ലേ. അതല്ല പിന്നെ ഞാൻ പറയണ കേക്ക്, അതായത് എനിക്കെന്നും ഇഷ്ടം നമ്മളിങ്ങനെ ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. റാമേൻ തന്നെ അറിയാലോ, ഞാൻ മറ്റേ മുന്നേ രവിയേട്ടന്റെ വീട്ടിൽ പോയി നിന്നപ്പോഴൊക്കെ എനിക്കത് അവിടെ ഞാൻ എന്തോ ഒരു എല്ലാരും ഉണ്ടെങ്കിലും ഭയങ്കര ഒറ്റപ്പെട്ട പോലെ ഒരു അങ്ങനെ ഒരു തോന്നലായിരുന്നു. എന്നെ നോക്ക്, ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ സീരിയസ് ആയിട്ട് പറയുവാണ്, എന്റെ മുഖത്തോട്ട് നോക്ക്. എന്നാലും എന്റെ അപ്പൊ അത് തന്നെ എനിക്ക് നമ്മൾ ഇപ്പോഴും ഒരുമിച്ച് വേണം. അതായത് ഡ്രമാറ്റിക് ആയി പോവെന്ന് പറഞ്ഞൂടാ പറയുമ്പോ, എന്നാൽ എന്റെ മനസ്സിൽ ഞാൻ പോകുന്നതിന് മുന്നേ വരെ എന്റെ ലാസ്റ്റ് മിനിറ്റ് വരെ എനിക്ക് റാമേട്ടന്റെ കൂടെ വേണമെന്നാണ് എന്റെ ആഗ്രഹം. അത് വേണമായിരുന്നു, പക്ഷെ നമ്മളിപ്പോ എല്ലാം പറ്റുമെന്ന് അറിഞ്ഞു. അവിടെ പോകണ്ട, നമുക്ക് ഇവിടെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ എന്തെല്ലാം ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അങ്ങനെ രണ്ടുപേര് രണ്ട് സ്ഥലത്ത് നിന്ന് തന്നെ ജോലിയാണ്, അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഇവിടെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. റാമേട്ടൊന്ന് ഉഷാറായിട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടി. ഇവിടെ അത് ചെയ്യണില്ല എന്നുള്ളതാണ് എന്റെ വിഷമം. ഉടനെ അതിന് വേണ്ടി അങ്ങ് ദുബായി പോകണമെന്നൊന്നും അല്ല. പറഞ്ഞു നോക്കാം, നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ഈ ദേഷ്യപ്പെടുന്നെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ കാണാതിരിക്കണം എന്നൊന്നുമില്ല. എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ഞാൻ ആ ദേഷ്യപ്പെടുന്നത്. അപ്പൊ ഇഷ്ടമുള്ള ആളെ കാണാതെ കുറെ നാളിരിക്കാന്ന്. അങ്ങനെ ഇഷ്ടമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഞാൻ ശ്രമിച്ചു നോക്കാം. അവരെ വിളിക്കൂ. അവരെ വിളിക്കാൻ പെട്ടെന്ന് അങ്ങനെ വിളിച്ചാൽ അവർ സമ്മതിക്കൂല. അതിന്റെ അവരെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കും. ഞാൻ നോക്കട്ടെ. ഇനിയിപ്പോ ഇത്ര ആയ സ്ഥിതിക്ക് നമുക്ക് പാടാണ്. പിന്നെ നോക്ക്. ചെയ്യൂ. ചെയ്യാം. എന്നാൽ ഈ രാമേട്ടനെ ഞാൻ എന്തൊക്കെയാണ് ഈ വിളിച്ച് പറഞ്ഞത്. എനിക്ക് വേണ്ടി പാവം ജോലിക്ക് പോലും പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഞാൻ ഇടയായിട്ട് ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിച്ചു. പാവം, ഇനി ആ രാമേൻ്റെ എല്ലാ കാര്യവും നന്നായിട്ടൊന്ന് നോക്കണം. ഒന്ന് വല്ലാതെ ക്ഷീണിച്ചും പോയിട്ടുണ്ട്. ഇത് കൊണ്ട് കൊടുക്കും. അണ്ണന് കാല് ബുദ്ധി അല്ല. ദുബായി പോണെന്നും പറഞ്ഞ് എല്ലാരും പറ്റിച്ചില്ലേ? പിന്നെ എന്തായാലും അടിച്ച് ഇവിടെ പിടിച്ച് നിൽക്കണ്ടേ, പറയാണെന്ന് പറഞ്ഞോണ്ടിരിക്കല്ലേ. പിന്നെ ഇനി ആരും ഇവിടെ ഇനി ജോലിക്കോന്നും പറഞ്ഞ് ആരും ശല്യപ്പെടുത്തൂല. അത് ശരിയാണ്, ഒരു സ്വസ്ഥത വേണ്ടേ. പിന്നെ തീരെ പിന്നെ എന്നാലും പാവം ചേച്ചിനെ പറ്റിക്കണ്ടായിരുന്നു. എന്തൊക്കെ നമ്പർ അടിച്ചാൽ മനുഷ്യനെ പിടിച്ചിരിക്കാൻ പറ്റും? നിനക്ക് ഇത് വല്ല അറിയാമോ കാര്യങ്ങളല്ലോ? തന്നെ നന്നായിരിക്കണം കേട്ടാ. നിങ്ങൾ ഇന്ന് രാവിലെ അഭിനയിക്കാൻ ഇത്ര കൊതി എന്ന് പറഞ്ഞപ്പോഴേ നിങ്ങൾ ഇത്ര കിടിലായിട്ട് അഭിനയിക്കുന്നത് ഞാൻ അറിഞ്ഞില്ലല്ലോ. നമുക്കുള്ള ബൂസ്റ്റും കൊണ്ട് ഞാൻ വരികയാണ്. കൂടി നിങ്ങൾക്ക് എന്റെ ചോരയല്ലേ വേണം, നിങ്ങൾക്ക് ബൂസ്റ്റ് അല്ലല്ലോ. എന്ന് എന്റെ ജീവിതത്തിൽ എന്ന് കയറിയോ അന്നോട്ട് എന്റെ ചോര ഊറ്റി കുടിച്ചോണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കൂടെയുള്ള ആ ജീവിതമേ നല്ല ക്ഷീണമുള്ള ഏർപ്പാടാണ്. അതുകൊണ്ട് ഈ ബൂസ്റ്റ് ഞാൻ അങ്ങോട്ട് കുടിക്കാം. അങ്ങനെയല്ല അത് ചിന്നു, അതങ്ങനല്ല. അല്ല കുഞ്ഞു. നീ ഞങ്ങളോട് നടക്കണം. ഗുണം പഠിക്കും നല്ലോണം. ഓ ശരി, പോടാ അങ്ങോട്ട്. നീ അവള് പറഞ്ഞ കണ്ട ഇല്ലേ? സീനായെന്നാ നീ ഇപ്പൊ എന്തിനാ ഇതൊക്കെ ചോദിച്ചെന്തിനാണ്? വെറുതെ നിന്റെ നെഞ്ചിലെ കല്ലിറങ്ങിയല്ല. നിന്റെ ഷെഡിൽ പോയിരിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടാ? നീ ഷെഡിൽ നിന്ന് ഇറങ്ങിയാ എനിക്ക് പണിയാ. നീ പണി പഠിക്കാനാ എനിക്ക് പണി തരാനാ അവിടെ വന്നത്. ഷെഡിൽ പോടാ. ഷെഡിൽ ഇറങ്ങി വന്ന് മനുഷ്യന് പണി ഉണ്ടാക്കാൻ ചിന്നു.